ഇന്നത്തെ നമ്മുടെ വീഡിയോ അരിപ്പൊടി ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു മീൻ പത്തിരിയുടെ റെസിപ്പിയാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ഞാൻ അയിലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് എടുക്കാം. ഇനി ഫിഷിന് പകരം ചിക്കനോ ബീഫോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് 2 കിലോ ഫിഷൊന്നും ആവശ്യമില്ല. ഞാനിത് മസാല ഒന്നിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കൂടുതൽ എടുക്കുന്നതാണ്. ഈ മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ മസാല ഉണ്ടാക്കുന്നത് ഡീറ്റെയിലായി കൊടുത്തുകൊണ്ട് ഇതിൽ ഞാൻ മസാല ഉണ്ടാക്കുന്നത് ഡീറ്റെയിലായി കാണിക്കുന്നില്ല. ആ റെസിപ്പിയുടെ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കുന്ന ലിങ്ക് ബോക്സിൽ നിന്ന് എടുത്ത് കാണാവുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് ചൂടാറിയതിന് ശേഷം മുള്ളുകളൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിലായി കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെറിയ ഭാഗങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ഫിഷും 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇങ്ങനെ മസാല റെഡിയാക്കി ചെറിയ പാക്കുകളാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതിൽ നിന്ന് ഒരു പാക്ക് എടുത്താണ് ഞാൻ ഇന്ന് മീൻ പത്തിരി ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഐസ് വിടാനായി 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഈ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങയും എരിവിന് ആവശ്യത്തിനുള്ള മുളകും അല്പം ചെറിയ ഉള്ളിയുമാണ്. ഞാനിതിൽ ഉണക്കമുളകാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ ചില്ലിയും ഉപയോഗിക്കാം. ഇനി തേങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി തീർന്നിരിക്കുന്നതുകൊണ്ട് മീഡിയം സൈസിലുള്ളൊരു സവാളയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഇതിലേക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഫിഷ് ചേർക്കണം. ഈ ടൈമിൽ ഇതിൽ വെള്ളുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മൾ നേരത്തെ ചേർത്ത് റെഡിയാക്കിയിട്ടുള്ള മസാലയാണിത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഒരുപാട് ടൈം വഴറ്റിയെടുത്താൽ ഇതിൽ ചേർത്തിട്ടുള്ള സവാള വേവ് കൂടിപ്പോവും. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മല്ലിയില താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പിലയും ചേർക്കാം. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് 1 മിനിറ്റ് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡിയായി. നമുക്ക് ഈ ഫിഷിന് പകരം ചിക്കനോ ബീഫോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്കിതിന് വേണ്ടി എടുക്കാം. 2 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് 1/4 കപ്പ് അരിപ്പൊടി നമുക്ക് കുറുക്കിയെടുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത സെയിം കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ചേർക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇതിൽ നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തു. ഇനി ഇതിലേക്ക് 1 എഗ്ഗ്, 1 സ്പൂണ് പെരിഞ്ജീരകം, 1 സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്ത മാവിൽ നിന്ന് 1/4 ഭാഗം നമുക്കൊരു പാത്രത്തിലേക്ക് ചേർക്കണം.
1/4 ഭാഗം മാവ് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/4 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുക്കിയെടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്ത് വേണം കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇപ്പം ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ 1/4 ഭാഗം മാവ് മാറ്റി വെച്ചിരുന്നതിലേക്ക് നമ്മൾ ഈ കുറുക്കിയെടുത്ത കൂട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം ആവശ്യം വരുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് അരച്ചെടുത്തു. എനിക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ഇനി നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഇനോ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഫാർമസിയിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാവ് കലക്കിയെടുത്ത ഉടനെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മാവ് ഒരുപാട് കട്ടിയിൽ കലക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലൂസിൽ കലക്കിയെടുക്കണം. ഇപ്പം മീൻ പത്തിരിക്കുള്ള മാവും ഇവിടെ റെഡിയായി. ഇനി ഇത് വേവിച്ചെടുക്കാനുള്ള പാത്രത്തിൽ അല്പം ഓയിൽ പുരട്ടിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ച് അതിൽ ഈ മാവ് ഒഴിച്ച് വേവിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ വാഴയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ഇനി നമ്മൾ കലക്കിയെടുത്ത മാവ് ഒരു തവി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് ഇതിന് മുകളിലേക്ക് അല്പം കൂടെ മാവ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എൻ്റെ അടുത്ത് ഇത്തരം ഒരു പാത്രം ഉള്ളതുകൊണ്ട് ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ എനിക്ക് 4 എണ്ണം ഒന്നിച്ച് വേവിച്ചെടുക്കാൻ കഴിയും. അപ്പം 4 പാത്രത്തിലും ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്തരം പാത്രമൊന്നുമില്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു തുണി വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. തുണി വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തെടുക്കുമ്പോൾ ആവിയിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വീഴുന്നത് ഒഴിവായി കിട്ടും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനുള്ള പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചു വന്നു. ഇനി നമുക്കിത് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം ഇതിപ്പോൾ റെഡിയായി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ചൂടാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മീൻ പത്തിരി ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പിയാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.